Good afternoon, all. Good afternoon, ma'am. Yeah, good afternoon. Good afternoon, everyone. Good afternoon. Good afternoon, Good ma'am. afternoon. Good afternoon, ma'am. Okay, good afternoon. How are you all? Fine, ma'am. Good, ma'am. Okay. ആർക്കെന്താ ഒരു എനർജി ഇല്ലാത്ത ആരെന്താ ഫുഡൊന്നും കഴിച്ചില്ല? കഴിച്ചു. കഴിച്ചു. പിന്നെന്താ അത് എനർജി ഒന്നും ഇല്ലാത്തേ? Okay. Which topic we discussed in previous class? Which topic? Pronoun, ma'am. Pronouns. Pronoun. All clear? Yes, ma'am. Yes, ma'am. Clear ആണ് എല്ലാവർക്കും? Any doubts from this topic? Any doubt? മാം ഒരു ഡൗട്ട് ഉണ്ട്. Yeah. അതായത് മാം പറഞ്ഞു ദാറ്റ് അല്ലെങ്കിൽ ദാറ്റ് പേഴ്സൺസിന് ഉപയോഗിക്കാം, ആനിമൽസിന് ഉപയോഗിക്കാം, അങ്ങനെയൊക്കെ ഉപയോഗിക്കാം. അപ്പൊ ഏതാണ് കൃത്യമായിട്ട് ഉപയോഗിക്കേണ്ട? അങ്ങനെ ഏത് വേണമെങ്കിൽ നമുക്കത് ഉപയോഗിക്കാം. അപ്പൊ ചില സെന്റൻസ് രണ്ടും തന്നിട്ടുണ്ടെങ്കിലോ ഓപ്ഷൻസിൽ? അപ്പൊ ഒന്നില്ലെങ്കിൽ അത് ചിലപ്പോ അങ്ങനെ അനിമൽസ് ആവുമ്പോ അങ്ങനെ ഓപ്ഷനിൽ അങ്ങനെ വരില്ല. രണ്ടും ചിലപ്പോ വിച്ചിട്ടായിട്ട് ചിലപ്പോ തന്നെ വരാൻ ചാൻസ് വളരെ കുറവാ. ഇതിപ്പോ പ്രോണോൺ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? ആ, അത് ക്ലിയറാ. ക്ലിയർ. നമുക്ക് എന്നാലും കുറച്ച് നൗണിന്റെ പ്രോണോണിനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ മാം. കുറച്ച് എക്സസൈസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ക്ലിയർ ആവും. ഓക്കെ. ഓക്കെ. Okay. Can you read the first one? Anyone? Yes, ma'am. Yeah. All the dash of the college are advised to sit in the girls' common room. Yeah. Option A, girl students, none of these. Yeah. Answer, please. Girl students. So option B. Option? Option A. Option C ആണോ മാം? Girl students. Option C. Girl students. Girls. Option C ആണോ? I think. പറയൂ. You think what? Girl students. Option C. Yeah, girl students. Correct ആണ്. അല്ലേ? കറക്റ്റ് അല്ലേ? അതെ. പെൺകുട്ടികൾ അല്ലേ? മനസ്സിലായാലോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ ഇതില്? ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? No ma'am. നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നോട്ടൊക്കെ കിട്ടിയിരുന്നോ? കിട്ടിയിരുന്നു. ക്ലാസ് എങ്ങനെയുണ്ട്? മനസ്സിലാവുന്നുണ്ടോ? ഞാനത് മനസ്സിലാവുന്നുണ്ട്. കുറച്ച് കൺഫ്യൂഷൻസ് ഇങ്ങനെ വരുന്നുണ്ട്. ഒന്ന് കഴിഞ്ഞിട്ട് രണ്ടാമത്തേത് വരുമ്പം ടോപ്പിക് വരുമ്പോ ചെറിയൊരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. പക്ഷെ ക്ലിയർ ആണ്. എന്തൊക്കെയോ ഒരു ചെറിയൊരു മിസ്സിംഗ് പോലെ. ഗ്രാമർ അല്ലെങ്കിൽ ടഫാണ്. ടഫാണ്. അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. നമുക്ക് കുറച്ച് പഠിച്ചിട്ട് നമുക്ക് സംസാരിക്കുമ്പോ പയ്യെ നമുക്ക് സംസാരിക്കാം. മെയിൻ ആയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതല്ലേ മെയിൻ ആയിട്ട് അല്ലെ? അപ്പൊ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. കാരണം ഗ്രാമർ ഇല്ലാണ്ട് നമുക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ എന്തെങ്കിലും ഗ്രാമർ നിങ്ങൾ അറിഞ്ഞിരിക്കണം അല്ലെ? എല്ലാ ഗ്രാമറും കൂടി എനിക്ക് പഠിപ്പിക്കാനാണെങ്കിൽ ഈ 6 മാസം പോരാ. കാരണം അത്രയും ഉണ്ട് ഗ്രാമർ അല്ലെ? എല്ലാം പഠിക്കണം നമ്മ. ഇത് അപ്പോ നമുക്ക് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇപ്പൊ ഇവിടെ പഠിപ്പിക്കുന്നുള്ളൂ. ബാക്കി നമുക്ക് കോൺവെർസേഷൻ, കമ്മ്യൂണിക്കേഷൻ അങ്ങനെ എല്ലാം വരും. ഓക്കെ മാം. ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡൗട്ട് ഒന്നുമില്ല. എല്ലാവർക്കും ക്ലിയർ അല്ലേ? ആർക്കെങ്കിലും ഇപ്പോ 69 സ്റ്റുഡൻസ് ഉണ്ട് ഇവിടെ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. കാരണം എല്ലാവരോടും കൂടി ചോദിക്കാം ഡൗട്ട് ഉണ്ടോ എന്ന്. അപ്പൊ കുറച്ച് പേര് പറയും ക്ലിയർ ആണെന്ന് പറയും. അപ്പൊ അതനുസരിച്ച് ഞാൻ മുന്നോട്ട് പോവാം. അപ്പൊ എനിക്ക് അറിയില്ല ആർക്കൊക്കെ ഡൗട്ട് ഉണ്ടെന്ന് എനിക്ക് അറിയില്ല.
അപ്പൊ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ എനിക്കത് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ആർക്കും ഡൗട്ട് ഇല്ലല്ലോ? ഉണ്ടെങ്കിൽ അത് ചോദിക്കണേ. അപ്പൊ ക്ലിയർ ചെയ്ത് പോവാം. ഓക്കെ, സെക്കൻഡ് വൺ. The class teacher gave him dash and instructed him to do it at night. Option A, homework. B, homeworks. A, homework, and none of these. ആൻസർ Gave him a Option C ആണ്. gave him homeworks. ആലോചിക്കൂ എല്ലാവരും. സെന്റൻസ് വായിക്കുക, ഓപ്ഷൻസ് മീനിങ് നോക്കാം, സെന്റൻസ് മീനിങ് നോക്കാം. B ആണോ homeworks? എങ്കിൽ A ആണോ? ആണോ മിസ്സേ ഹോംവർക്ക്? എ ആണ്. ഹോംവർക്ക് കൊടുത്തു എന്നേ പറയുന്നുള്ളൂ അല്ലേ? ഒരുപാട് ചിന്തിക്കില്ലേ? ഞാൻ പറഞ്ഞു ഒരുപാട് ചിന്തിക്കില്ലേ? സിമ്പിൾ ആയിരിക്കും. നിങ്ങൾ ഇങ്ങനെ കുറെ ചിന്തിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഡൗട്ട് വരാം. ഓക്കെ, the class teacher gave him homework and instructed him to do it at night. അല്ലേ? Ma'am, ഇതിപ്പം കുറെ ഹോംവർക്സ് ഉണ്ടെങ്കിലും ഹോംവർക്ക് തന്നെ പറയുള്ളൂ. അത് ഹോംവർക്സ് പ്ലൂറൽ ഹോംവർക്ക് തന്നെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇത് കറക്റ്റ് ഹോംവർക്ക് ആണ്. ഹോംവർക്സ് ഇവിടെ ഹിം എന്ന് പറയുന്നത് സിംഗുലർ അല്ലേ? അത് ഓക്കെ മാം, ബട്ട് ഈവൻ ഒരാൾക്ക് നമുക്ക് കുറെ ഹോംവർക്സ് കൊടുത്തൂടെ? അപ്പം ഹോംവർക്കിന്റെ പ്ലൂറൽ വരുന്നതും ഹോംവർക്സ് തന്നെയാണ്. ഹോംവർക്ക് ആണോ ഹോംവർക്സ് ആണോ വരിക? ഹോംവർക്ക് വരിക. നിങ്ങളുടെ ഡൗട്ട് വല്ലാത്തൊരു ഡൗട്ടാണ്ടാ. കാരണം ശരിയാ, പറയുമ്പോ ശരിയാണ്. നമുക്ക് ഒരു കുട്ടിക്ക് ഒരുപാട് ഹോംവർക്ക് കൊടുക്കും പറയുമ്പോ, പക്ഷെ ഒരുപാട് എന്നല്ല പറയാ ഹോംവർക്സ്. ചിലപ്പോ സോ മെനി ഹോംവർക്ക് ഇതൊക്കെ പറയില്ലേ? ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ജസ്റ്റ് ഫ്രണ്ട്ലി ടോക്ക് ആണേ, അല്ലാതെ സ്ട്രിക്റ്റ് ആയിട്ടോ അങ്ങനെയൊന്നും അല്ല. ഓക്കെ, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഓക്കെ ഓക്കെ മാം. അതൊക്കെ എന്തുണ്ടെങ്കിൽ ചോദിക്കാം, ഓപ്പണായിട്ട് ചോദിക്കാം. ഡൗട്ട് ക്ലിയർ ആയോ? ആ മാം, ഡൗട്ട് ക്ലിയർ ആയി. ക്ലിയർ ആയില്ലേ? നിങ്ങൾ ഒരുപാട് ചിന്തിക്കല്ലേ? ഹോംവർക്ക് കൊടുക്കാവുന്ന ആ സെന്റൻസ് ജസ്റ്റ് മീൻ ചെയ്യാം, ആൻസർ പറയാം. ഓക്കെ, സീരിയസ് ആയിട്ട് പറഞ്ഞതല്ലേ, ജസ്റ്റ് ഒരു കാര്യത്തിൽ ഞാൻ പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ ഓക്കെ മാം. തേർഡ് വൺ നോക്കിയേ. തേർഡ് വൺ. He saw a dash of ships in the harbor, a crew, B gaggle, a fleet, and a pile. And the pile. Yeah. Answer. So, ക്രൂ ആണോ? crew ആണോ മാം? ഓപ്ഷൻ എ. ഇത് ഏത് നൗണാ? ഒരാൾ തന്നെ കളക്റ്റീവ് നൗൺ. കളക്റ്റീവ് നൗൺ അല്ലേ? കളക്റ്റീവ് നൗൺ ആണ്. അപ്പൊ ഷിപ്സിന്റെ കളക്റ്റീവ് നൗൺ ഏതാണെന്നാ എനിക്ക് ചോദിക്കാം. അയ്യോ, അതുണ്ടായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് പോയി മിസ്സേ. ക്രൂ എന്താ? ക്രൂ മീൻസ് പീപ്പിൾസിന്റെ ഒരു കൂട്ടം, അങ്ങനെ. ക്രൂ അല്ലാന്ന് മനസ്സിലായി. ഫ്ലീറ്റ് ആണ്. യാ, ഫ്ലീറ്റ് ആണ്. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കാം എപ്പോഴും. ഫ്ലീറ്റിന്റെ അർത്ഥം എന്താണ്? അതാ, എപ്പോഴും നമ്മുടെ കയ്യിൽ ഇംഗ്ലീഷിന് വേണ്ടി സെപ്പറേറ്റ് ബുക്ക് എപ്പോഴും കയ്യിൽ ഉണ്ടാവണം. ഓക്കെ, എന്തെങ്കിലും വേർഡ്സ് ഡൗട്ട് വന്നാല് അത് നോട്ട് ചെയ്ത് വെക്കുക. എന്തെങ്കിലും പുതിയ ഇൻഫർമേഷൻ കിട്ടിയാല് അത് നോട്ട് ചെയ്ത് വെക്കുക. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പറയുന്നതില് ഡെഫിനിഷനോ കാര്യങ്ങളോ ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലായില്ലെങ്കിലും ഞാൻ ഷോർട്ട് ആയിട്ട് പറയുമ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ മനസ്സിലാവുന്നുണ്ടാവും. അപ്പൊ അത് മലയാളത്തിലോ അല്ലെങ്കിൽ മംഗ്ലീഷിലോ എങ്ങനെ വേണമെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അതിനെപ്പോഴും കയ്യിലൊരു നോട്ട്ബുക്ക് വേണം. ഓക്കെ, ഇവിടെ ഗാഗിൾ ആൻഡ് പൈല് നിങ്ങൾ തന്നെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കോ? മിസ്സേ ബാക്ക്ഗ്രൗണ്ട് കാണുന്നില്ലല്ലോ. ഒന്നും കാണാനോ? കാണുന്നുണ്ട്. ഒന്ന് എക്സിറ്റ് അടിച്ചിട്ട് ഒന്നുകൂടെ കയറി നോക്കൂ. ഓക്കെ, ഇതിന് ആൻസർ മനസ്സിലായില്ലേ? ഫ്ലീറ്റ് ആണ്. ഒരു ഗ്രൂപ്പ് ഓഫ് ഷിപ്സിനെ പറയുന്നത് ഫ്ലീറ്റ് ആണ്. അപ്പൊ ഗ്രൂപ്പ് ഓഫ് ഫ്ലവേഴ്സിന് എന്താ പറയാ?
ബൊക്കെ A bunch of Bunch. A group of birds അല്ലെങ്കിൽ ഷീപ്പിന് എന്താ പറയാ? ഫ്ലോക്ക്. ഫ്ലോക്ക്. Flock. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തല്ലാനെ. ഓക്കെ, മറക്കരുത്. ഓക്കെ, തേർഡ് വൺ ആൻസർ ക്ലിയർ അല്ലേ എല്ലാവർക്കും? തേർഡ് വൺ ക്ലിയർ ആണോ? ക്ലിയർ അല്ലാന്നാ ഉദ്ദേശിക്കുന്നത്? ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് മാം. ഗാഗിൾ. ഗാഗിൾ എന്താ? Gaggle of അറിയോ girls. ആർക്കെങ്കിലും ഗാഗിൾ എന്താന്ന്? ഒന്നും കൂടി പറഞ്ഞു. A group of girls. ഗ്രൂപ്പ് ഓഫ് Girls ആണോ? ഗ്രൂപ്പ് ഓഫ് ഗീസ് ആണ്. ഗീസ്. ഗീസ് എന്താ? അരയന്ന. പൈല നിങ്ങൾ കണ്ടുപിടിക്കും. ഓക്കെ, കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ചാൽ നമ്മൾ ഒരിക്കലും മറക്കില്ല. ഓക്കെ, കണ്ടുപിടിക്കൂ. ഓക്കെ ആണോ? മാം ഇതിന്റെ ക്വസ്റ്റ്യൻസ് തരില്ല, ഇപ്പൊ എഴുതിയെടുക്കണ്ടല്ലോ. ഇല്ല, എഴുതിയെടുക്കണ്ട. അത് നമുക്ക് തരും. ഓക്കെ, എഴുതിയെടുക്കണ്ടാ. എഴുതിയെടുക്കാം ഉള്ളത് ഞാൻ പറയാം, അപ്പൊ എഴുതിയെടുത്താ മതിയേ. അടുത്തത് നോക്കട്ടെ, ഫോർത്ത് വൺ നോക്കട്ടെ. ആരെങ്കിലും ഒന്ന് വായിച്ചേ ഫോർത്ത് വൺ. വേറെ ആരെങ്കിലും നീ വായിക്കാത്തവര് the വായിക്കും. principal gave him dash for telling a lie. Option A, punish. B, punishness. ആൻസർ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ആൻസർ പറയാം. The principal gave him പണിഷ്മെന്റ് ഫോർ ടെല്ലിംഗ് ലൈ. punishment ആണ്. പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ലേ, അറിയാലോ എല്ലാവർക്കും. നെക്സ്റ്റ്, he wants to improve his reading. Ability. സ്പീഡ് കൂടുന്നുണ്ടോ? സ്ലോവില് പോണോ? സ്പീഡ് കൂടുന്നുണ്ട്. മൂന്നാമത്തെ ആൻസർ ഒന്നും കൂടി പറയോ? ഡൗട്ട് ഉണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് അപ്പത്തിന് ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ പോയാലും നിങ്ങൾക്ക് പറയണം. ഓക്കെ, he saw a dash of ships in the harbor. ഗ്രൂപ്പ് ഓഫ് ഷിപ്സ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഷിപ്സിന്റെ ഒരു കൂട്ടത്തെ എന്താ പറയാ? ഫ്ലീറ്റ് എന്ന് പറയാം. ഫ്ലീറ്റ്. ഓക്കെ, തേർഡ് വൺ ആൻസർ ഫ്ലീറ്റ് ആണ്. അപ്പൊ നോട്ട് ചെയ്ത് വെക്കുക. ഗ്രൂപ്പ് ഓഫ് ഷിപ്സ് എന്താ? ഫ്ലീറ്റ്. നോട്ട് ചെയ്ത് വെക്കുക. ഫ്ലീറ്റ്. ഓക്കെ, ഗ്രൂപ്പ് ഓഫ് ഗീസ് ഏതാ? ഗാഗിൾ. ഗ്രൂപ്പ് ഓഫ് ഗീസ് അത് അരയന്ന, അത് ഗാഗിൾ. പൈൽ എന്താണെന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, ക്രൂ എന്ന് പറയുന്നത് ആണോ മാം? എന്തോ ബിൽഡിംഗ് ആണോ? ഗ്രൂപ്പ് ഓഫ് ബിൽഡിംഗ് ആണോ പൈൽ? കണ്ടുപിടിക്കൂ. അടുത്ത ക്ലാസ് സെർച്ച് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ എല്ലാവരും കണ്ടുപിടിക്കട്ടെ. എന്തോ സൗണ്ട് ക്ലിയർ ആയാലോ? പറയൂ. കേട്ടില്ല. ആരാ ചോദിച്ചേ? ഡൗട്ട് എന്തെങ്കിലും ചോദിച്ചായിരുന്നോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഫിഫ്ത്ത് വൺ പറഞ്ഞു. ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഇപ്പോ 5 ക്വസ്റ്റ്യൻസ് കവർ ചെയ്തു. അതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആരും എന്തൊന്നും മിണ്ടാത്തേ? ഇല്ല മാം, ഡൗട്ട് ഇല്ല. ഇല്ല മാം, ഡൗട്ട് ഇല്ല. ഓക്കെ, റെസ്പോണ്ട് ചെയ്യൂ, അല്ലെങ്കിൽ മനസ്സിലാവില്ല. ഓക്കെ, നെക്സ്റ്റ് സിക്സ്ത് വൺ വായിക്കൂ. ആരാ വായിക്കുക? ജിൻഷ. The writer got his wife's dash to go to the movie. Option permittance, permission, none of this. Permission ആണോ മാം? സി. പെർമിഷൻ അല്ലേ മാം? പെർമിഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ജിത്തു വിജയൻ വായിക്കൂ. Yes, ma'am. Without dash, there is no happiness. ഓപ്ഷൻ പറയണ്ട, ആൻസർ.
വിത്തൗട്ട് ഹെൽത്ത് ആണോ? Without health. Health. Without health, there is nothing. Next, Health. all the passengers carried their own. Is the answer? ബാഗേജസ്. Baggages. Baggage. ബാഗേജ്. ഓപ്ഷൻ എ. Baggage. മാം ഇതിൽ option- പിയും സിയും സെയിം ആണോ? സെയിം ആണ്. അതെന്റെ മിസ്റ്റേക്ക്. അത് മിസ്റ്റേക്ക് ഉണ്ട്. എക്സസ് ആ ഉദ്ദേശിക്കുന്നു നമ്മുടെ ബാഗേജസ് എന്നാണ് വന്നിരുന്നത്. ഓക്കെ. ഓക്കെ. ബാഗേജ് മാത്രം മതിയോ? എ ബാഗേജ്. വരും. അതെ, വേറൊരു കാര്യമുണ്ട്. ഓപ്ഷൻസിൽ ചിലപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിരിക്കാം. ചിലപ്പോൾ അങ്ങനത്തെ ഒരു വേർഡേ ഉണ്ടായിരിക്കില്ല. വേർഡ് ഇപ്പൊ അങ്ങനത്തെ ചിലപ്പോൾ തെറ്റായിരിക്കും വേർഡായിരിക്കും. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വേർഡ് ഇംഗ്ലീഷിൽ തന്നെ ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ഓപ്ഷൻസ് ഉണ്ടാവേ. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ വേണ്ടിയായിരിക്കും അതൊക്കെ. ഓക്കെ, ഇതിലെന്തായിരുന്നു മാം ഓപ്ഷൻ? ഇത് ആൻസർ ചെയ്താ എന്തായാലും ഇതിൽ ആൻസർ ഉണ്ട്. എ ആണ്. എ ആണ്. ആരാ എ എന്ന് പറഞ്ഞ ആരാ? ഞാൻ കാരുണ്യ. കാരുണ്യ. എന്തുകൊണ്ട് എ എന്ന് പറയാൻ കാരണം അതൊന്ന് പറയൂ. എല്ലാ പാസഞ്ചേഴ്സും Please പറയൂ. ബാഗേജസ് എന്നായിരിക്കുമല്ലേ? പ്ലൂറൽ അല്ലേ വേണ്ടതല്ലേ? ഞാൻ ഡൗട്ട് ചോദിച്ചപ്പോ ആൻസർ തെറ്റി പറഞ്ഞോ? കറക്റ്റ് ആൻസറാ പറഞ്ഞേ. അതാ ഞാൻ ചോദിച്ചത്. അല്ല, അവരവരുടെ ബാഗ് കീപ്പ് ചെയ്യണം, എടുക്കണം എന്നല്ലേ പറയാ? ബാഗുകൾ എടുക്കണം എന്ന് പറയില്ലല്ലോ, ബാഗ് എടുക്കണം എന്നല്ലേ പറയാ? അതെ, ബാഗേജിൽ കറക്റ്റ് ആൻസർ അല്ലേ പറഞ്ഞേ. അതാണ് കറക്റ്റ്. ഓൾ ദ പാസഞ്ചേഴ്സ് ക്യാരിഡ് their own ബാഗ് അല്ലെ? their own, അവരവരുടെ ബാഗ് അല്ലെ? അപ്പോ ബാഗേജ് ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല, ഉറപ്പല്ലേ? ഇല്ലാന്ന് വിശ്വസിക്കുന്നു. ചോദിച്ചാൽ മാത്രമേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, അടുത്തതിലേക്ക് പോവേണേ. ഷീസ് ക്യാരിങ് ഓൺ. ഇവിടെ ഹെർ ആണ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ഹെർ ആണ്. ഷീസ് ക്യാരിങ് ഓൺ ഹെർ ഹെഡ് എ ഡാഷ് ഓഫ് സ്റ്റിക്സ്. ഇതും ഒരു ഏത് നൗണാ? കളക്റ്റീവ് നൗൺ ആണ്. ബണ്ടിലാണ് വരിക. ബി. Bundle of sticks. ബണ്ടിൽ ഓഫ് സ്റ്റിക്സ്. ഓക്കെ, ക്ലിയർ ആണ് എല്ലാവർക്കും? നെക്സ്റ്റ്, he gave me mangoes. He gave me mangoes dash were ripe. എന്താ പറയാ? ഡി. We were. ഡി. ഡി. ദേവർ. കറക്റ്റ് ദേ ആണ്. ആരാ ബി പറഞ്ഞേ? ദേ അല്ലേ? ഞാൻ കൊടുത്ത മാങ്ങ എന്താ? മാങ്ങകൾ അത് പഴുത്തതായിരുന്നു എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. മാംഗോസ് അല്ലേ? പ്ലൂരലാണ്. ദേ ആണ്. പഴുത്ത മാങ്ങകൾ അല്ലെ? വി പറയോ? വി പറയില്ല. വി എന്താ പറഞ്ഞപ്പോ? ആരാ പറഞ്ഞ വി? മാം ഇവിടെ ഹി ഗേവ് മീ മാംഗോസ്, അവൻ എനിക്ക് മാങ്ങ തന്നു. ദേ വേർ റൈപ്പ്, അത് പറഞ്ഞത് അവര് പഴുപ്പിച്ചു. അവര് പഴുപ്പിച്ചു എന്നല്ല, അത് പഴുത്തതായിരുന്നു. അവയെല്ലാം പഴുത്തതായിരുന്നു. ദേ. മാങ്ങകൾ പഴുത്തായിരുന്നു അല്ലെ? ക്ലിയർ ആയില്ലേ? പറഞ്ഞല്ലോ നേരത്തെ, മാങ്ങകളെല്ലാരും പഴുത്തായിരുന്നു. അതെ, ബി അല്ലേ അവിടെ വരാം. പേഴ്സൺസ് ഒന്നും അല്ലല്ലോ അവിടെ പറഞ്ഞ. ബി അല്ല വരാം കേട്ടോ. ഓക്കെ, 10ാമത് ആൻസർ ക്ലിയർ അല്ലേ അവർക്കും? ക്ലിയർ അല്ലേ? ക്ലാസ്സിൽ Yes. അതായത് ഈ നോൺ ലിവിങ് ആയിട്ടുള്ള തിങ്സിന്റെ ഒപ്പം ദേ ചേർക്കാം അല്ലെ? എന്തോ? അതായത് നോൺ ലിവിങ് ആയിട്ടുള്ള തിങ്സിന്റെ ഒപ്പം ദേ ചേർക്കാം അല്ലേ എന്ന് പറയണ? നമ്മൾ പറയാറില്ല അങ്ങനെ. അങ്ങനെ ചേർക്കാലോ. അങ്ങനെ കുറെ സെന്റൻസ് ഇല്ലേ? എങ്ങനെയാ? ഇപ്പൊ കുറെ മാങ്ങകൾ കണ്ടാലും അല്ലെങ്കിൽ കുറെ ഫ്രൂട്ട്സോ അങ്ങനെ എന്തിനെ കണ്ടാലും നമ്മൾ എന്താ പറയാ?
അതും ദയല്ലേ പറയാ. ദയർ എന്താ? പീപ്പിൾസ് ആണോ ഉദ്ദേശിക്കുന്നത്? ആ ദയർ വ്യത്യാസമില്ല സ്പെല്ലിങ്. THEIR അല്ലേ? ദേറല്ല ഞാൻ പറഞ്ഞത് ദേന്ന് പറഞ്ഞ സംഭവം നോൺ ലിവിങ് തിങ്സിന്റെയും കൂടെ ഉപയോഗിക്കാല്ലെന്ന് പറഞ്ഞത്. ഉപയോഗിക്കാം. ദേ മീൻസ് അവ എന്നുള്ള ഒരു മീനിങ്ങും കൂടി ഉണ്ടെന്ന് തോന്നുന്നു. അതെ, നമ്മുടെ ഡെയിലി ലൈഫിൽ അതൊക്കെ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ നമ്മൾ ഇത് ഇവിടെ കറക്റ്റ് അതിനെ പോയിന്റ് ഔട്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഇത്രയും ഡൗട്ട് വരാം അല്ലേ? ഇതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ അധികം അങ്ങനെ ചിന്തിക്കാതെ സിമ്പിൾ ആയിട്ട് ചിന്തിക്കൂ. നമ്മൾ ഇതൊക്കെ ഓൾറെഡി പറയുന്ന കാര്യങ്ങൾ ആയിരിക്കുള്ളൂ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കട്ടെ. ഓക്കെ. വായിക്കൂ. They good boy dash obeys dash teachers. Yeah. Answer? Option C. Yeah. C ആണ്. Sam is a good boy. He obeys his He obeys his teachers. C answer. Then every man and woman must do dash duty. Their duty. Their duty. Duty. Yeah. Next. Simi and 12th ആണെങ്കിൽ സംശയമൊന്നുമില്ലല്ലോ. ഇല്ല. ഇല്ല. Okay. Simi and Dash are best friends. Option C. Me. അല്ല സിമി ആൻഡ് മീ ആണ്. ഓപ്ഷൻ എ വരെ. സിമി ആൻഡ് മീ. Simi and me ആണ്. ഉറപ്പിച്ചു. അതെ. മീനിങ് ഒന്ന് പറഞ്ഞേ. ഐയുടെ കൂടെ 6 വരൂലല്ലോ. ഐയുടെ കൂടെ M അല്ലേ വരാ? വരും. അതിന്റെ 6 വരും. ആൻസർ പറഞ്ഞേ. ഓപ്ഷൻ എ. ഓപ്ഷൻ സി. സിമി ആൻഡ് ഐ ആർ ബെസ്റ്റ് ഫ്രണ്ട്സ്. ഐയുടെ കൂടെ 6 വരൂ. സെന്റൻസിന്റെ മീനിങ് എന്താ? സിമിയും ഞാനും അപ്പൊ പ്ലൂരലായി. എന്താ ഉദ്ദേശിക്കുന്നത്? അവിടെ ആർ എന്ന് പറയുന്നത് ഐയുടെ കൂടെ അല്ല. സിമി ആൻഡ് ഐ എന്ന് പറയുന്നത് പ്ലൂറലായി മാറിയത് കൊണ്ടാണ് അവിടെ ആറ് വരുന്നത്. ഓക്കെ. ക്ലിയർ ആയോ? ഇപ്പൊ ക്ലിയർ ആയോ? ഓക്കെ. ഷിഫ്നാത്തല്ലേ ഇപ്പൊ പറഞ്ഞു. ഈ സെന്റൻസിന്റെ മീനിങ് എന്താ പറഞ്ഞേ? സിമിയും ഞാനും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പൊ ഞാനും എന്ന് പറയുമ്പോ എന്താ അവിടെ ഉദ്ദേശിക്കുക? അവിടെ എന്താ യൂസ് ചെയ്യാ? ഓക്കെ, ഞാനൊരു ഇത് പറയാം. ഒന്ന് എഴുതി ഒരു ക്വസ്റ്റ്യൻ തരാം. My uncle invited my brother. My uncle invited my brother and dash to dinner. And dash to dinner. എഴുതിയോ? എഴുതി മാം. എല്ലാവരും എഴുതി. ആൻസർ പറഞ്ഞേ. ഐ. അടുത്ത ആൻസർ പറഞ്ഞേ. ആ സെന്റൻസിന്റെ മീനിങ് ഒന്ന് നോക്കി. എന്താ മീ? ആൻസർ ഈസ് മീ. ബ്രദർ ആൻഡ് മീ. മീ ആണോ മാം? മീ ആണ്. ഇപ്പൊ കൺഫ്യൂഷൻ മാറിയോ? മീയും മൈ എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഓക്കെ. എന്റെ ബ്രദറിനെയും എന്നെയും ഇൻവൈറ്റ് ചെയ്തു അല്ലേ? ക്ലിയർ ആയില്ലേ ഇപ്പൊ ആൻസർ? ക്ലിയർ മാം. ഓക്കെ, ഇനി സാം ഒരു പേരും ഒക്കെ കണ്ടു കഴിഞ്ഞാല് പെട്ടെന്ന് അവിടെ അയ്യാണെന്ന് വിചാരിക്കണം. ഓക്കെ, അല്ല ഒരു എന്റെ ബ്രദറിനോ അല്ലെങ്കിൽ എന്റെ സിസ്റ്ററിനോ അല്ലെങ്കിൽ എന്റെ അമ്മയെന്നോ എന്നൊക്കെ പറയില്ലേ? അപ്പൊ എന്നെ എന്റെ അമ്മയെ അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ മാം. ഓക്കെ ഓക്കെ മാം, കറക്റ്റ് മനസ്സിലായിട്ടാണ് നിങ്ങൾക്ക് ഓക്കെ പറയുന്നേ
എനിക്ക് അതാണ് സംശയം. മാം ഞാൻ പറഞ്ഞോട്ടെ, ഇപ്പം ഒരു പേഴ്സണും ഞാനും നാവുമ്പോ ഐന്നും, ഇപ്പൊ എന്റെ അമ്മയും എന്നെയും എന്റെ ചേട്ടനെയും എന്നെയും എന്നൊക്കെ പറയുമ്പോ മീന്നും ആണ് വരിക. അതെ അതല്ലേ? അതെ ആണ്. ഇപ്പൊ കാരുണ്യക്ക് മനസ്സിലായില്ലേ? അതേപോലെ ഇപ്പൊ ഞാൻ പറയുന്ന എല്ലാവർക്കും ഇങ്ങനെ പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ എന്താണോ മനസ്സിലായത് അതൊന്ന് പറയണം എന്നോട്. അപ്പൊ കറക്റ്റ് ആയിട്ട് എല്ലാവർക്കും മനസ്സിലാവും. മനസ്സിലായോ? നോട്ട് ചെയ്ത് വെക്കിയത്. മനസ്സിലായില്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം. ഒരു പേരാണ് വന്നെങ്കിൽ അവിടെ ഐ വരും. ഓക്കെ, മനസ്സിലായോ? ആരുടെ പേരാണ്? ഇപ്പൊ ചിത്രയും ഞാനും കടയിൽ പോയി എന്ന് പറയണ. ചിത്ര ആൻഡ് ഡാഷ് ആർ ഗോ ടു ദി ഷോപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താ വരാ? ഐ. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പൊ ഒരു പേരും ഐയും വരും. നിങ്ങക്ക് മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? Yes, ma'am, മനസ്സിലാവുന്നുണ്ട്. എനിക്കും ഡൗട്ട് തന്നെ വന്നിട്ടിരിക്കും. ഓക്കെ, മനസ്സിലായി? എന്തെങ്കിലും ഇപ്പൊ കംപ്ലൈന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒപ്പീനിയനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയാം. ഇംഗ്ലീഷ് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെന്നാണോ അല്ലെങ്കിൽ സ്പീഡ് കൂടുന്നുണ്ടെന്നോ എന്നോട് പറയാം. അപ്പൊ നമുക്ക് നിങ്ങൾ എന്നോട് പറഞ്ഞാൽ എനിക്കത് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഓക്കെ, കാരണം ഓരോ ക്ലാസ്സിലെ സ്റ്റുഡൻസ് എല്ലാവരും വ്യത്യാസം. ചിലപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ക്യാച്ച് ചെയ്യും, ചിലർക്ക് ക്യാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കുറച്ച് സ്റ്റുഡൻസ് ഉണ്ടാവും. അപ്പൊ അവർക്ക് വേണ്ടി കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ അത് ചെയ്യേണ്ടി വരും. അപ്പൊ നിങ്ങളിത് പറഞ്ഞാൽ എനിക്കത് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും ഞാൻ പറയുന്നത്? അതെ മാം. Yes, ma'am. അപ്പൊ എന്തുണ്ടെങ്കിലും ചോദിക്കാം. ഓക്കെ, ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 15th വൺ നോക്കിയേ. Yeah. Veda, can you read that? Veda. Yes. Yeah, 51. A good student brings dash books into the class. Yeah, answer. There are Answer. Meaning of Second one, there. There. അല്ലേ ഹിസ്സും വെറും വരുമോ? ഗുഡ് സ്റ്റുഡന്റ് ആണോ മാം? His or her. ഓക്കെ, ഇവിടെ ആൻസർ ഹിസ് ആ വരാം. സ്റ്റുഡന്റ് എന്ന് വന്നാല് എന്താ? ഹിസ് ആയിരിക്കും. ഓക്കെ, അതെപ്പോഴും സ്റ്റുഡന്റ് എന്നൊക്കെ പറയുമ്പോ എപ്പോഴും ഒരു മെയിൽ വേർഷൻ ആയിട്ടേ കൺസിഡർ ചെയ്യാറുള്ളൂ. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കാം. സ്റ്റുഡന്റ് എന്ന് കണ്ടാലേ അവിടെ സിംഗുലർ ആണ്, സ്റ്റുഡന്റ് ആണ്, സ്റ്റുഡൻസ് അല്ല. ഓക്കെ, സ്റ്റുഡന്റിന് സിംഗുലർ ആയതുകൊണ്ട് അവിടെ ഹിസ് ആണ്. മനസ്സിലായോ? ഓക്കെ മാം. സ്റ്റുഡന്റ് എന്ന് കണ്ടാൽ അത് എപ്പോഴും മെയിൽ വേർഷൻ ആയിരിക്കും, ഒരിക്കലും ഹെർ ഉപയോഗിച്ച് പറയില്ല. ഓക്കെ, ഓക്കെ മാം. അതെപ്പോഴും നോട്ട് ചെയ്ത് വെക്കണേ, മിസ്റ്റേക്ക് വന്നതാണ്. അപ്പൊ എ ഗുഡ് സ്റ്റുഡന്റ് ബ്രിങ്സ് His books to the class. ടു ദ ക്ലാസ്. സ്റ്റുഡന്റ് സിംഗുലർ ആയതുകൊണ്ട് ഇവിടെ ഹിസ് വന്നു. സ്റ്റുഡന്റ് എന്ന് പറയുന്നത് ഒരു മെയിൽ വേർഷൻ ആയതുകൊണ്ട് ഹിസ് വന്നു. ക്ലിയർ അല്ലേ? ഓക്കെ മാം. നെക്സ്റ്റ്, the baby is crying because dash is hungry. It is hungry ആണോ? He is hungry. Yeah, correct. It is ആണേ. കാരണം ഇവിടെ ബേബി ഏത് ബേബിയാണ്, ഗേൾ ബേബി ആണോ ബോയ് ബേബി ആണോ എന്ന് പറഞ്ഞിട്ടില്ല അല്ലെ, ബേബിനെ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇവിടെ ഇറ്റായി യൂസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 17th one. Either Kamala or Girija forgot to take dash purse. He അല്ലേ മാം? Their purse. Their person. ഓപ്ഷൻ എ ഹെർ. Option B, hers. Hers. Her Their. Option B. ഓക്കെ, പറഞ്ഞു കഴിഞ്ഞു എല്ലാവരും? ഹെർ മാം. കമല ഓർ ഗിരിജ എന്നാണല്ലേ? ആരെങ്കിലും ഒരാളല്ലേ? ഞാൻ പറഞ്ഞോട്ടെ?
കഴിഞ്ഞോ? ആൻസർ പറഞ്ഞു കഴിഞ്ഞോ? ഓപ്ഷൻ എ ഹർ. ഓക്കെ, ഈ ഹെർ പറയാൻ കാരണം എന്താ? കമലയോ ഗിരിജയോ, കമല ഓർ ഗിരിജ എന്നാണ്, ഒരാളെ ഉള്ളു അവിടെ. Forget to take her purse. Okay. എയ്തർ വന്നിട്ടുള്ളതുകൊണ്ട് കമലയോ ഗിരിജയോ നീ പറഞ്ഞിട്ടുള്ളൂ. ആരോ ഒരാളാണ് പേഴ്സ് മറന്നത് അല്ലേ? അല്ലാതെ കമലയും ഗിരിജയും പേഴ്സ് മറന്നു എന്ന് അവിടെ പറഞ്ഞോ? ഇല്ല. ഇല്ല, ഒരാളെയാണ് പറഞ്ഞിട്ടുള്ളൂ, ഒരാളെ സൂചിപ്പിച്ചിട്ടുള്ളൂ. അപ്പൊ ഇവിടെ എന്താ വരാ? ഹർ. വരാ. അതാ പറഞ്ഞ നിങ്ങള് ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്ക, എന്നിട്ട് ആൻസർ പറയൂ. ഓക്കെ മാം. മാം 16th ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഒന്ന് കാണിച്ചു തരുമോ? എന്റെ അത് ലീവായി പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ എഴുതിയെടുക്കുകയാണോ? എഴുതിയെടുക്കണ്ട, എന്താ പറയുക, നാളെ ക്ലാസ്സിന്റെ ഒപ്പം ഇതൊന്നും അപ്ലോഡ് ചെയ്യും. ഓക്കെ. 17th ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? കമലയോ ഗിരിജയോ ആണ്, അല്ലാതെ കമല ആൻഡ് ഗിരിജ forgot to take എന്ന് പറഞ്ഞില്ലല്ലോ. ഇല്ല. അങ്ങനെ പറയുകയാണെങ്കിൽ ഇവിടെ there ഉപയോഗിക്കാം. അവര് പേഴ്സ് മറന്നു എന്ന് പറയാം. ഇതല്ല, ആരോ ഒരാളാണ് മറന്നത്, അപ്പൊ അതുകൊണ്ട് ഹെറാണ് അവിടെ വരിക. നെക്സ്റ്റ് നോക്കി, ഐ ഹാവ് ലോസ്റ്റ് ദ ബുക്ക് ഡാഷ് യു ഗേവ് മീ. ഓപ്ഷൻ ബി which you gave me. Which you gave me, correct. 17th ക്വസ്റ്റ്യൻ കൂടെ പറയൂ. ഐദർ കമൽ. ഈ ഐദറിന്റെ മീനിങ് എന്താ? ഏതെങ്കിലും ഒന്ന്. ഒന്നുകിൽ. അതാണ് ഐദറിന്റെ മീനിങ്. അപ്പൊ കമലയോ ഗിരിജയോ ആണ്, ഒന്നുകിൽ കമല അല്ലെങ്കിൽ ഗിരിജ ആണ് എന്ത് പേഴ്സ് എടുക്കാൻ മറന്നത് അല്ലെ? ഒരാളെ മറന്നിട്ടുള്ളൂ, അതുകൊണ്ട് അവിടെ ഒരാളെ സൂചിപ്പിക്കാൻ എന്താ പറയാ? ഹെറ പറയാ. ഓക്കെ, ആൻസർ ഐദർ കമല ഓർ ഗിരിജ forgot to take her purse. Clear? Okay. Next ആൻസർ പറഞ്ഞു, ഐ ഹാവ് ലോസ്റ്റ് ദ ബുക്ക് which you gave me. അല്ലേ? പറഞ്ഞല്ലോ ആൻസർ എല്ലാവരും. അടുത്ത നോക്കാം, പറയൂ. ഓപ്ഷൻ എ. ഓപ്ഷൻ എ. ഓക്കെ, 19th one ആണോ പറയുന്നത്? ഓക്കെ, this is the girl dash stood first in the class. Who? മാം ഇതിൽ ദാറ്റ് വരാൻ പറ്റുമോ? ഗേൾ ദാറ്റ്. ഹൂ ആണ് വരിക ആൻസർ. ഓക്കെ, പക്ഷെ പേഴ്സണ് ദാറ്റും ഉപയോഗിച്ചുകൂടാ. പേഴ്സണ് ദാറ്റ് ഉപയോഗിക്കില്ലല്ലോ. ഒരു അനിമലോ തിങ്കോ വരെയാണെങ്കിൽ ദാറ്റ് ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ അല്ലേ? വന്നോണ്ടാ മാം ഹൂ വന്നത്? എന്തോ പേഴ്സൺ വന്നതുകൊണ്ടല്ലേ ഹൂ വന്നത്? പേഴ്സൺ വന്നുകൊണ്ടാണ് ഹൂ വന്നേ. ഓക്കെ, ദ ഗേൾ വന്നുകൊണ്ടാണ് അവിടെ ഹൂ വന്നേ. അവിടെ ഒരു ഇപ്പോ അനിമലോ തിങ്കോ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ വിച്ച് ഓർ ദാറ്റ് യൂസ് ചെയ്യാം, അല്ലേ? യെസ് മാം. യാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഹിയർ ഇസ് എ ബുക്ക് ഡാഷ് കണ്ടെയ്ൻസ് പിക്ചർ. which contains picture. ക്ലിയർ ആയില്ലേ ഇപ്പോ? ക്ലിയർ. അപ്പോ നൗണും പ്രോണൗണും മനസ്സിലായി എല്ലാവർക്കും. 18th ഒന്നുകൂടെ പറയോ? 18th, ഐ ഹാവ് ലോസ്റ്റ് ദ ബുക്ക് ഡാഷ് യു ഗേവ് മീ. who you gave me. അല്ല സോറി, which you gave me. സോറി, വിച്ച് ആണ്. എന്തുകൊണ്ടാണ് അവിടെ ബുക്ക് ആണ് വന്നേ അല്ലേ? ഒരു വസ്തുവാണ് അവിടെ, ഇപ്പോ വിച്ച് ആണ് യൂസ് ചെയ്യാം. ദാറ്റ് ഇവിടെ ഓപ്ഷനിൽ ദാറ്റ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ദാറ്റ് യൂസ് ചെയ്യാം. ഓക്കെ, 16th the baby is crying because dash is hungry. ബേബി ഗേൾ ആണോ ബോയ് ആണോ എന്നൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇറ്റ് ആയി അവിടെ യൂസ് ചെയ്യാം. ഇറ്റ് 16th ആൻസർ ഇറ്റ് ആണ്. ഓക്കെ, അതായത് ഗേൾ ആണോ ബോയ് ആണോ എന്ന് മെൻഷൻ ചെയ്യാത്ത സാഹചര്യത്തിൽ ഇറ്റ് ഉപയോഗിക്കാന്നാണോ? ഒരു ബേബി അത് അഡൽട്ട് ആയാലും അങ്ങനെ ചെയ്യാൻ പറ്റും, അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമോ? മനസ്സിലായില്ല.
അതായത് ബേബിക്ക് ഇപ്പോ മെയിലാണോ ഫീമെയിൽ ആണോ മെൻഷൻ ചെയ്യാത്തതുകൊണ്ട് ഇറ്റ് ഉപയോഗിച്ചു. ഇനി ഏതെങ്കിലും ഒരു എക്സാമ്പിളില് അഡൾട്ട് ആണെന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇറ്റ് ഉപയോഗിക്കാൻ പറ്റുമോ? ഇതുപോലെ മെൻഷൻ ചെയ്യാത്തൊരു സാഹചര്യം വരാണെങ്കിൽ? അഡൾട്ട് ആണെങ്കിലോ? അതെ. അഡൾട്ട് ആണെങ്കിൽ എന്താ ഉപയോഗിക്കുക, ഞാനത് പറയാട്ടോ. ക്ലാസ് കഴിയുമ്പോഴേക്കും ഞാനത് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, അഡൾട്ട് ആണെങ്കിൽ എന്ത് അഡൾട്ട് ആണെങ്കിൽ ഉപയോഗിക്കാന്ന് പറഞ്ഞു. അപ്പൊ അഡൾട്ട് ആണെങ്കിൽ എന്താ ഉപയോഗിക്കേണ്ടത് ചോദിച്ചേ. മാം അതുപോലെ ബേബി ഗേൾ ആണെങ്കിൽ അവിടെ എന്തുപയോഗിക്കും? അവിടെ ഇപ്പൊ എന്തെങ്കിലും ഹെർ എന്തെങ്കിലും വരും, ഓപ്ഷനിൽ ഹെർ എന്തെങ്കിലും വരും. ഹെറിൽ ഉപയോഗിക്കാം, ഷീ ഈസ് ഹംഗ്രി. ഷീ ഉപയോഗിക്കാം, ഹെർ ഉപയോഗിക്കാം അല്ലെ. അത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? ഒരു ഗേൾ ആവുന്നെങ്കിൽ ഷീ ഓർ ഹെർ നമുക്ക് യൂസ് ചെയ്യാം അല്ലെ. ബോയ് ആവുന്നെങ്കിലും ഹി ഓർ ഹിസ് അതൊക്കെ യൂസ് ചെയ്യാം അല്ലേ. ക്ലിയർ ആയില്ലേ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ഉണ്ടോ? സോറി, ഡൗട്ട് ഉണ്ടോ? ഇല്ല മാം. കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണോ? ചെയ്യണം. മാം. ശോഭ ഹേർട്ട് ഹെർസെൽഫ്. നോട്ട് ചെയ്തിക്കോ. ശോഭ ഹേർട്ട് ഹെർസെൽഫ്. ശോഭ ഹേർട്ട് എന്നാണോ പറഞ്ഞേ? ഹേർട്ട്, HURT, ഹേർട്ട് ഹെർസെൽഫ്. ഓക്കെ, എഴുതിയില്ല എല്ലാവരും? യെസ് മാം. എഴുതില്ലേ? ഇത് ഏത് പ്രോണോണാ? റിഫ്ലെക്സീവ്. റിഫ്ലെക്സീവ് അല്ലേ മാം? എല്ലാവരും പറയൂ. റിഫ്ലെക്സീവ് തന്നെയാണ്. 2 പേര് മാത്രമേ ആൻസർ പറയുള്ളൂ, ബാക്കി ആരും ഉണ്ടാത്തേ. പറയാൻ ബുദ്ധിമുട്ടാണ്. റിഫ്ലക്റ്റീവ്. വേറെ ആരും എഴുതിയില്ല? ഒന്നുകൂടെ പറയൂ. ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കൂ, എഴുതാൻ പറഞ്ഞതല്ലേ ഞാൻ. ശോഭ ഹേർട്ട് ഹെർസെൽഫ്. ശോഭ ഹേർട്ട് ഹെർസെൽഫ്. ശോഭ ഹേർട്ട് ഹെർസെൽഫ് ഏത് നൗണാ? റിഫ്ലെക്സീവ് പ്രോണൗൺ. റിഫ്ലെക്സീവ് പ്രോണൗൺ ആണോ? അതെ മാം. അതെ, കറക്റ്റ് ആണ്. ആരും പറയാത്ത ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, നെക്സ്റ്റ് പറയേ. Each of you have to work together. Each of you have to work together. Each of you have to work together. എഴുതിയോ? Each of you have to work together. എഴുതിയോ? എഴുതി മാം.
എല്ലാവരും എഴുതിയോ? യെസ് മാം. ഓക്കെ, ആൻസർ പറയൂ. റെസിപ്രോക്കൽ. ഡിസ്ട്രിബ്യൂട്ടീവ്. Distributive pronoun. എല്ലാവരും പറയൂ. പറയൂ പറയൂ, തെറ്റിയാലും കുഴപ്പമില്ല, പറയൂ, ക്ലിയർ ചെയ്ത് തരാം. പറയൂ. ഡിസ്ട്രിബ്യൂട്ടീവ് എന്ന്. ഡിസ്ട്രിബ്യൂട്ടീവ് ആണ്, കറക്റ്റ് ആൻസർ ആണ്. Distributive pronoun. ഡിസ്ട്രിബ്യൂട്ടീവ് ആണ്. ഡിസ്ട്രിബ്യൂട്ടീവ് തന്നെ ഏതൊക്കെയാ കീവേഡ്സ്? ഏതൊക്കെയാ ഡിസ്ട്രിബ്യൂട്ടീവ് തന്നെ കീവേഡ്സ്? ഏതൊക്കെയാ? ഐദർ, നൈദർ. Either, neither. Yeah, each, either, neither, Neither. അല്ലേ? എനി, നൺ, ഇതൊക്കെ എന്താ ഡിസ്ട്രിബ്യൂട്ടീവ് വരുന്നതാ. ആ പോർഷൻ ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് എഴുതിക്കോളൂ. This is the house I want to sell. 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 എഴുതി എല്ലാവരും. This is the house I want to sell. എഴുതി എല്ലാവരും. ആൻസർ പറയൂ. ഏത് നോണാണ്? ഡെമോൺസ്ട്രേറ്റീവ്. ഡെമോൺസ്ട്രേറ്റീവ്. ക്ലിയർ ആണല്ലോ, എല്ലാവരും പറഞ്ഞല്ലോ. ഗുഡ്. കീവേഡ്സ് ഏതൊക്കെയാ വരാം ഡെമോൺസ്ട്രേറ്റീവില്? This, these, These, those. This, that, those, these. Clear? Okay. Next. I myself have arranged it. 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 കഴിഞ്ഞോ? എംപാറ്റിക് അല്ല, emphatic ആണ്. എന്താ വന്നേ? ഐ മൈസെൽഫ് ഒരുമിച്ച് വന്നു അല്ലെ? ഐയുടെ റൈറ്റ് സൈഡിൽ എന്താ? മൈസെൽഫ് ഉണ്ട് അല്ലെ? അതുകൊണ്ട് എന്താ? അത് എംഫാറ്റിക് ആണ്. ഓക്കെ. ഓക്കെ മാം. നെക്സ്റ്റ്. John and Sam. Sorry. John and Simi. John and Simi. John and Simi love each other. Love each other. John and Simi love each other. ഇതാണ് മാം റെസിപ്രോക്കൽ. Yeah, അതാണ് reciprocal. Clear ആണ്? ഏതൊക്കെയാ വരാ reciprocal keywords? ഏതൊക്കെയാ വരാ? Each other, one another. Each other and one another. Okay. Next. Which is your favorite movie? Which is your favorite movie? Which is your Interrogative. അതെ interrogative ആണ്. കാരണം എന്താ? ക്വസ്റ്റ്യൻ ആണ്. Yeah, interrogative ആണ്. അപ്പൊ what's your name? What you want? ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്. ഇതെല്ലാം interrogative ആണ്. Next. She's the girl. She's the girl. She is the girl. Dash I helped yesterday. She is the girl. Dash I helped yesterday. Whom I Whom ആ വരാ? എന്തുകൊണ്ടാ whom വന്നേ? അറിയോ? whom എന്ന് ആരാ ആൻസർ പറഞ്ഞ? അവര് പറയൂ, എന്താ whom വന്നേ അവിടെ?
പറയൂ, തെറ്റിയാലും കുഴപ്പമില്ല, പറയൂ എന്താ ഹൂം വന്നേ? ആൻസർ ഹൂം ആണ്. ഹൂം പറയാൻ കാരണം എന്താ? ഷീസ് ദ ഗേൾ ഡാഷ് ഐ ഹെൽപ്ഡ് യെസ്റ്റർഡേ എന്നാ പറഞ്ഞേ. അപ്പൊ ഹൂം വരാൻ കാരണം എന്താ? അവിടെ റിലേറ്റ് ചെയ്ത് പറയുന്നുണ്ട്. ഓക്കെ. അതല്ല എന്താ? ഡാഷിന് ശേഷം എന്താ വന്നിരിക്കുന്നേ? ഐ. ഐ ഐ. ഐ എന്താ? പേഴ്സൺ. പ്രോണൗൺ ആണ് അല്ലേ? ഐ എന്താ? പ്രോണൗൺ അല്ലേ? അപ്പൊ ഡാഷിന് ശേഷം പ്രോണൗൺ വന്നാൽ ഇവിടെ എന്താ ഉപയോഗിക്കാൻ പറഞ്ഞേ? ഹൂം അല്ലെ? അവിടെ ഹൂമേ വരുള്ളൂ അല്ലെ? ഇത് ഏത് പ്രോണൗൺ ആണ്? റിലേറ്റീവ് പ്രോണൗൺ. ഓക്കെ, റിലേറ്റീവ് പ്രോണൗൺ. വേറെ എക്സാമ്പിൾ കൂടാണോ റിലേറ്റീവ് പ്രോണൗണിന്? വേണം മാം. The girl dash is studying is my sister. The girl dash is studying is my sister. Who? Yeah. പറയൂ. Who? Yeah, who ആണ്. കാരണം റീസൺ പേഴ്സൺ ആണ്. പേഴ്സൺ ആണ് അല്ലേ? അപ്പൊ അവിടെ എന്താ? ഹൂ വരും. ഓക്കെ, നെക്സ്റ്റ്. He is the man dash I met in London. He is the man dash I met in London. Whom? Whom? Yeah, whom ആണ് അല്ലേ? എന്താ? പ്രോണൗൺ ഡാഷ് Pronoun. Yeah, correct. എക്സാമ്പിൾ ആണോ? വേണം മാം. A passport dash is out of date. A passport dash is out of date is invalid. INVALID. That ആണോ? That or which? Yeah, that will use ചെയ്യാം അല്ലേ? Because is that think? അല്ലേ? Yeah, think ആണ്. Okay. മാം ശരിക്കും അത് തിങ് എന്നുള്ളത് തിങ്ക് അങ്ങനെ ജീന് ആ സൗണ്ട് ആണോ പ്രൊനൗൺസ് ചെയ്യുന്നത്? Think അല്ല, ഇല്ല. ഓക്കെ. ഏതൊരു ലാംഗ്വേജിൽ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നേ, അവര് പിന്നെ പ്രൊനൗൺസ് ചെയ്യുന്ന എല്ലാത്തിനും ഈ ഒരു സൗണ്ട് ആണ്, ഗ സൗണ്ട് ആണ്. തിങ്ക് അങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നു. പ്രൊണൗൺസിയേഷൻ അല്ലെങ്കിലും വ്യത്യാസമുണ്ട് നമ്മൾ പറയുന്നത്. കാരണം തീ എന്ന് പറയില്ല, തായ് എന്ന് പറയില്ല ഇംഗ്ലീഷിൽ. അത് ഫോണറ്റിക്സില് വേറെ സൗണ്ട് വരാ. നമുക്കത് നമ്മൾ ഒരിക്കലും പറയില്ല. സിങ്ക് എന്ന് പറയും, സിങ്ക്. അതിങ്ങനെ നമ്മളത്രയും തായായിട്ട് പറയില്ല. മനസ്സിലായോ? പ്രൊണൗൺസിയേഷൻ നമ്മൾ പറയണതും ബ്രിട്ടീഷും അമേരിക്കനും ടോട്ടലി ഡിഫറെന്റ് ആണ്. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കണേ. നിങ്ങൾ ലാംഗ്വേജ് പഠിക്കുന്നുണ്ടെങ്കിൽ കറക്റ്റ് തന്നെ പ്രൊണൗൺസിയേഷൻ പഠിക്കുക, കുറച്ച് ന്യൂ വേർഡ്സ് പഠിക്കുക, കുറെ വെക്കാബ് കൂട്ടാൻ നോക്കുക. നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് വെക്കാബ് ഇട്ടുണ്ടേ, കുറെ വേർഡ്സ് ഇട്ടിട്ടുണ്ട്. ചിലപ്പോൾ നമുക്ക് സംസാരിക്കുമ്പോൾ വേർഡ് കിട്ടില്ല അല്ലെ? കണക്ട് ചെയ്ത് പോകാൻ വേർഡ് കിട്ടില്ല. അപ്പൊ വേർഡ്സ് പഠിക്കുക, നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന കുറച്ച് വേർഡ്സ് പഠിക്കുക. ഇനി വരുന്ന ക്ലാസ്സിൽ നമുക്ക് കുറച്ച് ഗ്രാമർ ഒക്കെ കഴിഞ്ഞിട്ടേ നമുക്ക് ഒരുപാട് വേർഡ്സ് പഠിക്കണം, കറക്റ്റ് പ്രൊണൗൺസിയേഷൻ പഠിക്കണം. ഇനി അങ്ങോട്ട് കഥ. ഓക്കെ, ആദ്യം ഗ്രാമർ ഒന്ന് തീർത്താലേ വേറെ കാര്യം നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ മാം. ഒരു എക്സാമ്പിൾ എഴുതിയേ. യു ക്യാൻ ടേക്ക്
dash of two shirt. You can take dash of these two shirt. Dash of these two shirt. ഇതിന് ആൻസർ എന്താ വരാ? പിച്ചാണ്. Dash of these two shirt. You can take dash of these two shirt. ഈ ഷർട്ട്, ഈ രണ്ട് ഷർട്ടിൽ ഒരെണ്ണം ഏതെങ്കിലും either yeah, ഇതാണ് ആൻസർ. കറക്റ്റ് ആണ്. ഓക്കെ, ആൻസർ ഈസ് either. ഓക്കെ, ക്ലിയർ അല്ലേ? സെന്റൻസ് എന്തായിരുന്നു? യു ക്യാൻ ടേക്ക് either of these two shirts അല്ലേ? ദീസ് ആണ്. These. ദീസ്. ഈ രണ്ട് ഷർട്ടുകളിൽ ഒന്ന്. ഓക്കെ, ആൻസർ either ആണ്. അപ്പോ പ്രോണൗൺ പോർഷൻ ക്ലിയർ അല്ല എല്ലാവർക്കും? yes ഇനി ma'am. ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഇല്ല, ഇല്ല. ഓക്കെ, ക്ലാസ് എങ്ങനെയുണ്ട്? നല്ലതാ മാം. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ ക്ലാസ്സിനെ കുറിച്ച്? എനി ഡൗട്ട്, എനി കംപ്ലൈൻസ്, എനി ഓപ്ഷൻ, എനി ഒപ്പീനിയൻ, എന്തെങ്കിലും പറയാനുണ്ടോ? കാരണം നിങ്ങളുടെ ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ എനിക്ക് കുറച്ചുകൂടി നല്ലതാ. കാരണം ഇമ്പ്രൂവ് ചെയ്ത് നമുക്ക് പോവാം. കാരണം ഇവിടെ നിങ്ങളാണ് പഠിക്കുന്നത്. ഞാൻ പഠിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. പഠിക്കേണ്ട നിങ്ങൾ ഉത്തരവാദിത്വമാണ്. അപ്പോൾ എങ്ങനെ പഠിക്കണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാ എന്നോട്. കംഫർട്ട് ആയിട്ട് ഇരിക്കുക ക്ലാസ്സില്. ഓക്കെ, ജസ്റ്റ് ഫ്രണ്ട്ലി ടോക്ക് പോലെ സംസാരിച്ചു പോവാം. ക്ലിയർ ആണ് എല്ലാവർക്കും ഞാൻ പറയുന്നത്? yes ma'am. ഓക്കെ അല്ലേ? എന്തെങ്കിലും പറയാനുണ്ടോ ക്ലാസ്സിനെ കുറിച്ച്? ഇതേപോലെ തന്നെ പോയാൽ മതി മാം. മതി, ക്ലിയർ ആണ്. ക്ലിയർ ആണ് മാം. ഓക്കെ, വേറെ ഒന്നും പറയാനില്ലല്ലോ ഇനി? അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു ടോപ്പിക് ആയിട്ട് നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ ഇപ്പൊ നൗണും കഴിഞ്ഞു, പ്രോണൗണും കഴിഞ്ഞു. yes ഇപ്പൊ നൗണിൽ നിന്ന് പ്രോണൗണിൽ നിന്നാണ് നമ്മളിപ്പോ ക്വസ്റ്റ്യൻസ് ഇട്ടിരിക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് അവര് അയച്ചു തരും കേട്ടോ. എന്നാലും മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. ഓക്കെ, വേറെ കംപ്ലൈൻസ് ഒന്നുമില്ല. നോട്ടും നാളെ ഒരു ക്ലാസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടും കിട്ടും. പിന്നെ എക്സ്ട്രാ നോട്ട്സ് ഇപ്പോ നിങ്ങൾക്ക് തരുന്ന PDF ചിലപ്പോൾ കുറവായിരിക്കാം. കാരണം അധികം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം ചിലത് വരാറില്ല. അപ്പൊ ചെറിയ നോട്ട് ആയിരിക്കാം. എക്സ്ട്രാ നോട്ട് ഉള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ അത് എഴുതിയെടുക്കാം. ഓക്കെ, അപ്പൊ കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ക്ലിയർ ആണ് മാം. ഓക്കെ, സ്റ്റാൻഡ് പോയിന്റ്. ഓക്കെ, Okay. താങ്ക് യു Thank you ma'am. താങ്ക് യു മാം. താങ്ക് യു. Thank you, ma'am.